ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മിറ്റൂസ് വ്ളോഗ്. നമ്മുടെ വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇന്റർവ്യൂവിന് പോയ സെക്കൻഡ് പാർട്ടാണിത്. എല്ലാം കൂടെ ഒരുമിച്ച് ഡബ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഒരുപാട് നേരം എടുത്ത് അത്രയും നേരം എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് അത് ശരിയാക്കുന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കിതൊന്നും ഒരു പരിചയമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കും. നമ്മുടെ ഇന്റർവ്യൂയുടെ ആങ്കർ ഒരു ബഡ ക്യാപ്റ്റനാണ്. ഈ കവിത ഡോക്ടറിന്റെ ആ രീതിയുടെ താഴെ ഞാൻ അതിനെ കൊടുത്തു നോക്കിയാൽ അതിനെ കടുപ്പിച്ച ഒരു 4 ഇഞ്ചക്ഷനോട് വെക്കാൻ ഞാൻ കടിച്ച അത് കഴിഞ്ഞ് നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇന്റർവ്യൂ വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത്. ഏകദേശം ഒരു 8 മണി വരെയൊക്കെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. അവർ കുറച്ച് കാറ്റ് ഫുഡൊക്കെ തന്നായിരുന്നു കേട്ടോ. എനിക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് കാറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. അത് മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പുറത്തിറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴ, ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അവിടെ നിന്ന് പിറ്റേന്നത്തെ ദിവസമാണ് അവിടെ റൂം എടുത്ത് നിന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം പുള്ളിക്കാരി ഫുഡൊക്കെ കഴിച്ച് പുള്ളിക്കാരി ഉറങ്ങി. പിന്നെ നമ്മളും അതേപോലെ പാടായിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റു. രാവിലത്തെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഉറക്കം ശരിയായില്ല. വിട്ടതവിടെ സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. എറണാകുളമൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഗൈസ്. പ്രഭാത ചായ കിട്ടാൻ ഒരു സുഖമില്ല. അതുകൊണ്ട് ചായ കുടിച്ചിട്ട് ട്രെയിൻ കയറാന്നുള്ള ഒരു മൂഡിൽ ഒരു ചായ കുടിക്കാൻ കയറി. ഒന്നും പറയല്ല, അടിപൊളി ചായ ആയിരുന്നു കേട്ടോ അവിടുത്തെ. പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് ഓടുകയാണ്. ആകെ 10 മിനിറ്റേ ഉള്ളായിരുന്നുള്ളൂ. ഇൻ്റർസിറ്റി കിട്ടിയില്ലെങ്കിൽ പിന്നെ 9 മണി 10 മണിയായിട്ടാവും അടുത്ത വണ്ടി വരാൻ. രാവിലത്തെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിന് കയറി ഞാനും മിട്ടു അതിൻ്റെ മേലെ കയറി. ഞങ്ങൾ രണ്ടുപേരും പടായി നല്ല സുഖമായിട്ട് ഉറങ്ങി. 2 ദിവസത്തെ ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം അതിൻ്റെ മേലെ കയറി സുഖമായിട്ട് ആരും ശല്യമില്ലാണ്ട് ഉറങ്ങി. അതിരാവിലെ തന്നെ നേരം പരപരാന്ന് വെളുത്തു. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം കാഴ്ചയൊക്കെ കാണാമെന്ന് വിചാരിച്ച് പുറത്തൊക്കെ വന്നിരുന്നു. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നു. ട്രെയിനും മെല്ലെ പോയപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു. സ്പീഡ് കൂടിയപ്പോൾ ഞങ്ങൾ ഉള്ളോട്ട് വലിഞ്ഞു പോയി. ഇത് ഒരുപാട് നേരമൊന്നും ഇല്ല കേട്ടോ, കുറച്ച് നേരത്തെ വീഡിയോ ആണ്. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടുള്ളൂ. അപ്പം തന്നെ അവിടെ നിന്ന് മാറി ഇരുന്നിട്ടുണ്ട്. ഇനി സേഫ്റ്റി അതെന്ന് പറഞ്ഞ് പൊങ്കാലിടരുത്. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ശുഭമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട്, സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. സഹകരിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.